അല്ലിമോ ഔലാദക്കും മഹബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും നമ്മുടെ സന്താനങ്ങൾക്കും തിരുനബി സ്നേഹ ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം കേട്ടിട്ടില്ലേ? മുഹബ്ബത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും മകുടോദാഹരണമാണ് ഉവൈസുൽ ഖർനിയുടെ ചരിത്രം. തിരുനബി സ്നേഹം ജീവിതത്തിൽ അനുവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെയും ഒരു വട്ടമെങ്കിലും കേൾക്കാനും വായിക്കാനും ആഗ്രഹിക്കുന്ന ചരിത്രമാണ് ഉവൈസുൽ ഖർനിയുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബികളോട് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ യമനിൽ നിന്നുള്ള ഒരു ഉവൈസ് എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ രോഗം കാരണം അവിടെ നിന്നും യമനിൽ നിന്നും യാത്ര ചെയ്ത് മദീനയിലേക്ക് എത്താൻ കഴിയുന്നില്ല. നിങ്ങളിൽ നിന്നും ആരെങ്കിലും അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ അള്ളാഹുവിനോട് പ്രായശ്ചിത്തത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിച്ചോളൂ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു. കാലം കടന്നുപോയി. എല്ലാ വർഷവും പല സമയങ്ങളിലായിട്ട് യമനിൽ നിന്നും മക്കയിലേക്കും മദീനയിലേക്കും വർത്തക സംഘങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ആ വർത്തക സംഘത്തിലേക്ക് പോയിക്കൊണ്ട് ചോദിക്കും, അഫീക്കും ഉവൈസ് ബിൻ ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറയുന്ന ആളുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ആളുണ്ടോ? ഓരോ സംഘം പോയി വരുമ്പോഴും അലിയാർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും സംഘത്തോട് പോയി ചോദിക്കും. പലപ്പോഴും നോ എന്നായിരുന്നു ഉത്തരം. അങ്ങനെ ഒരു സമയം ഒരു വർത്തക സംഘം വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലേക്ക് പോയി ചോദിച്ചു, അഫീക്കും ഉവൈസ് ബിൻ ആമിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ആളുണ്ടോ? അപ്പോൾ കൂട്ടത്തിൽ മുടിചട കുത്തിയ വളരെ ശോഷിച്ച വലിയ പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് കടന്നു വന്നു. അതെ അമീർ മുഅ്മിനീൻ, ഞാൻ ഉവൈസ് ബിൻ ആമിറാണ്. നിങ്ങൾ യമനിൽ നിന്നാണോ? അതെ, യമനിൽ നിന്നാണ്. നിങ്ങൾക്ക് മാതാവുണ്ടായിരുന്നു? അതെ, മാതാവുണ്ടായിരുന്നു. രോഗിയായ മാതാവായിരുന്നോ? അതെ, രോഗിയായ മാതാവാണ്. താങ്കളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ടിൻ്റെ വല്ല അടയാളവുമുണ്ടോ? ഉണ്ട്, വെള്ളപ്പാണ്ടിൻ്റെ ഒരു അടയാളമുണ്ട്. ഇന്നതൊരു ദിർഹമിനോളം വലുപ്പമുള്ള രൂപമായി ചുരുങ്ങിയിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അള്ളാഹുവിനോട് പ്രായശ്ചിത്തത്തിന് വേണ്ടി ദുആ ചെയ്യുവാൻ വേണ്ടി എൻ്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉവൈസുൽ ഖർനിയോട് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരണം, ഇസ്തിഗ്ഫാറിന് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ലോക മുസ്ലിമീങ്ങളുടെ രണ്ടാമത്തെ ഖലീഫയായി ഭരണം നടത്തിയ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഉവൈസുൽ ഖർനിയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനോട് പിന്നീടുള്ള കാലഘട്ടം കാണാം. അങ്ങനെ അതുവരെ തൻ്റെ മഹബത്തും തൻ്റെ സ്നേഹവും ഒളിച്ചു വെക്കപ്പെട്ടു പോയ ഉവൈസുൽ ഖർനിയെ അതോടുകൂടെ ലോക മുസ്ലിമീങ്ങൾ അറിയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ദുആ കൊണ്ട് അഭ്യർത്ഥിച്ചൊരു വ്യക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയായ ഉവൈസുൽ ഖർനിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരികയാണ്. പിന്നീട് മദീനയിൽ നിന്ന് അവിടുന്ന് യാത്ര ചെയ്ത് കൂഫയിലേക്ക് പോവുകയും കൂഫയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ച് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഇസ്ലാമിക സേവന മേഖലയിൽ വളരെയധികം പ്രചരിച്ച് ജീവിച്ച വ്യക്തിയായിരുന്നു ഉവൈസുൽ ഖർനി എന്നുള്ളത്. എപ്പോഴും തിരുനബി സ്നേഹത്തിന് ഒരു ഉദാഹരണം എന്നുള്ളത് ഉവൈസുൽ ഖർനിയിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു സത്യം.